ഹരേ കൃഷ്ണ. സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത്. അതിൽ ഭഗവാൻ അർജുനനോട് പറയുന്നു, മനസ്സിനെ ജയിച്ചവന് മനസ്സു തന്നെയാണ് ഉറ്റ സുഹൃത്ത്. അതിന് കഴിയാത്തവനാകട്ടെ മനസ്സ് പരമശത്രുവും ആയിരിക്കും. മനസ്സിനെ കീഴടക്കിയവൻ ശാന്തി നേടുന്നതുകൊണ്ട് പരമാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള ആൾക്ക് തണുപ്പും ചൂടും സുഖവും ദുഃഖവും മാനവും അപമാനവും എല്ലാം ഒന്നുപോലെ തന്നെയാണ്. ജ്ഞാനം കൊണ്ടും സാക്ഷാത്കാരം കൊണ്ടും തികച്ചും സംതൃപ്തനായ ഒരാളെ ആത്മ സാക്ഷാത്കാരനിഷ്ഠനായ യോഗി എന്ന് പറയാം. ആത്മസംയമിയായ അയാൾ അഭൗതികതയിൽ സ്ഥിതി ചെയ്യുന്നു. അയാളുടെ ദൃഷ്ടിയിൽ കല്ലും മണ്ണും സ്വർണവും ഒന്നുപോലെ തന്നെയാണ്. സ്വന്തം സുഹൃത്തുക്കൾ, ഗുണകാംക്ഷികൾ, ശത്രുക്കൾ, ഉദാസീനന്മാർ, ബന്ധുക്കൾ, സജ്ജനങ്ങൾ, പാപികൾ എന്നിവരെ എല്ലാം സമഭാവനയോടെ വീക്ഷിക്കുന്നവൻ അല്പം കൂടി പുരോഗതി നേടിയവനാണ്. ഒരു അതീന്ദ്രിയ ജ്ഞാനി എപ്പോഴും തൻ്റെ ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയെ പരമപുരുഷനുമായുള്ള ബന്ധത്തിൽ ഏർപ്പെടുത്തണം. വിജനസ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കുകയും മനസ്സിനെ ശ്രദ്ധയോടെ നിയന്ത്രിക്കുകയും വേണം. അയാൾക്ക് യാതൊന്നിലും ആശയോ മമതയോ തോന്നരുത്. ഇതുവരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയത്. 11 മുതലുള്ള ശ്ലോകങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം. 11, 12 ശ്ലോകങ്ങൾ ഒരുമിച്ചുള്ളതാണ്. ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനാത്മനഃ ന അത്യുച്ഛ്രിതം ന അതിനീചം ചേലാജിനകുശ ഉത്തരം തത്രൈയേകാഗ്രം മനഃ കൃത്വാ യതചിത്തേന്ദ്രിയക്രിയ ഉപവിശ്യ ആസനേ യുഞ്ജ്യാത് യോഗ ആത്മവിശുദ്ധയേ. ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ. ഭഗവാൻ യോഗി ആയ ഒരാൾക്ക് ഭഗവാനെ ധ്യാനിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലത്തെക്കുറിച്ചും എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. യോഗ പരിശീലനത്തിന് ഉദ്ദേശിക്കുന്നവർ മാത്രം ഒരു വിജനസ്ഥലത്ത് പോയി നിലത്ത് കുശപ്പുല്ല് വിരിച്ച് അതിനു മീതെ മാൻതോലും വസ്ത്രവും വിരിക്കണം. ഇരിപ്പിടം അത്യുന്നതമോ ഏറെ താഴ്ന്നതോ ആവരുത്. പരിസരം ശുദ്ധമായിരിക്കണം. യോഗി ഈ ആസനത്തിൽ ഉറച്ചിരുന്ന് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ഏകാഗ്രചിത്തനായി ആത്മശുദ്ധീകരണത്തിന് വേണ്ടി യോഗം അനുഷ്ഠിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്താ യോഗം? ഭഗവാനുമായി, പരമാത്മാവും ആത്മാവുമായുള്ള അടുപ്പം സ്ഥാപിക്കുക. ഇതാണ് യോഗം. അങ്ങനെ ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? മനസ്സിൻ്റെ ഏകാഗ്രത ഉണ്ടാക്കണം. ആത്മാവിനെ അറിയണമെന്നുണ്ടെങ്കിൽ ഇന്ദ്രിയ വിഷയങ്ങളെ എല്ലാം തന്നെ നിരോധിക്കണം. അതിനാണ് ഭഗവാൻ പറയുന്നത് ശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി ഇരിക്കണം. എവിടെയാ ശുദ്ധമായിട്ടുള്ള സ്ഥലം? ശുദ്ധമായിട്ടുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ പരീക്ഷിത് മഹാരാജാവ് തനിക്കിനി 7 ദിവസം മാത്രമേ ജീവിതത്തിൽ ശേഷിക്കുന്നുള്ളൂ എന്ന് അറിയുന്ന അവസ്ഥയിൽ തൻ്റെ കൊട്ടാരം, ബന്ധുക്കൾ, ഭാര്യ, മക്കൾ ഇവരെല്ലാവരെയും വെടിഞ്ഞ് ഗംഗാതീരത്ത് പോയി ഇരിക്കുകയാണ്. എന്താ അതിൻ്റെ പ്രത്യേകത? ശുദ്ധമായ ജലം ലഭിക്കുന്ന സ്ഥലം, യാതൊരു വിധത്തിലുള്ള ശല്യങ്ങളുമില്ല. അവിടെ വരുന്നവർ എല്ലാവരും പുണ്യം അന്വേഷിച്ച് വരുന്നവരാണ്. അങ്ങനെ യാതൊരുവിധ മനചാഞ്ചല്യങ്ങൾക്കും ഇടം നൽകാത്ത, അവിടെ വരുന്നവർക്കെല്ലാം മനസ്സിനെ ഏകാഗ്രമാക്കണം എന്നുള്ള ചിന്തയോടു കൂടിയവരാണ്. നമ്മൾ ലോട്ടസ് ടെമ്പിളിൽ പോയ ആൾക്കാർക്കറിയാം. നമ്മൾ ലോട്ടസ് ടെമ്പിൾ, ഡൽഹിയിലുള്ള ബുദ്ധ സന്യാസിമാരുടെ ഏകാഗ്രം ധ്യാനമായിട്ടിരിക്കാനുള്ള ലോട്ടസിൻ്റെ ആകൃതിയിൽ വെള്ള മാർബിളിൽ താമരപ്പൂ പോലെ ഉണ്ടാക്കിയിരിക്കുന്ന, ധ്യാനിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്തംഭം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ലോട്ടസ് ടെമ്പിൾ. താമരയുടെ ആകൃതിയിലുള്ള അമ്പലം എന്ന് പറഞ്ഞാൽ അവിടെ പ്രതിഷ്ഠയൊന്നുമല്ല. അതിനുള്ളിൽ ചെന്നിരുന്നാൽ വളരെ ശാന്തം. നമ്മൾ പറയില്ലേ, സൂചി താഴെ വീണാൽ ശബ്ദം കേൾക്കാമെന്ന്, അത്രയും ശാന്തമായ സ്ഥലമാണത്. അവിടെ ചെല്ലുന്ന ആർക്കും തോന്നും മറ്റുള്ളവർ ധ്യാനിക്കിനെ കാണുമ്പോൾ തനിക്കും ഒരു 10 മിനിറ്റ് ധ്യാനത്തിലിരുന്നാൽ എന്താണ്. അങ്ങനെ തോന്നുന്ന ശുദ്ധമായ സ്ഥലം.
ആരെങ്കിലും ഒരാൾ കണ്ടാൽ രാജ്യം പോലും വേണ്ട, എനിക്ക് സുഖം വേണ്ട, ഇവിടെ വന്നിരുന്ന് ധ്യാനിച്ചാൽ മതി എന്ന് തോന്നുന്ന തരത്തിലുള്ള സ്ഥലമാണ് ശുദ്ധമായ അല്ലെങ്കിൽ പരിശുദ്ധമായ സ്ഥലം. അങ്ങനെയുള്ളൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം? സ്ഥിരം ആസനാത്മന, ഉറപ്പിച്ച് തൻ്റെ ആസനത്തെ ഉറപ്പിക്കണം. തൻ്റെ ആസനത്തെ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ സിമൻ്റ് ഇട്ട് ഉറപ്പിക്കുക എന്നല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാത്ത രീതിയിൽ. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ കേൾക്കുന്ന ആൾക്കാർ എന്താ വിചാരിക്കാന്നറിയോ? ഓ ഭാഗ്യം, തനിക്ക് വീട്ടിലിരുന്ന് ധ്യാനം ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഇതുപോലുള്ളൊരു സ്ഥലം കിട്ടിയാൽ പോയി ധ്യാനം ചെയ്താൽ മതിയല്ലോ എന്നാണ് ചിന്ത. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീട്ടിലായാലും ഏറ്റവും ശാന്തമായ, പ്രത്യേകിച്ചും പൂജാമുറിയിൽ ഇരുന്ന് ധ്യാനിക്കാം. അതിന് യാതൊരു വിധത്തിലുള്ള കുഴപ്പവുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത വേണ്ട. ഭഗവാന്റെ ഓരോ വാക്കുകളിലും എങ്ങനെയാണ് അതിനെ വളച്ചൊടിച്ച് മനസ്സിലാക്കുക എന്നുള്ള രീതിയിലാണ് പലരും ചിന്തിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പരിശുദ്ധമായ സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മുടെ പൂജാമുറിയും പരിശുദ്ധമായ സ്ഥലം തന്നെയാണ്. ഏറ്റവും ശാന്തമാർന്ന സ്ഥലത്തിരുന്ന്, അല്ലെങ്കിൽ ഭഗവാനെ ധ്യാനിക്കാൻ പറ്റിയ സാഹചര്യമുള്ള ഒരു സ്ഥലത്തിരുന്ന്, അധികം ശബ്ദങ്ങളും ഒന്നുമില്ലാത്ത സ്ഥലത്തിരുന്ന് എന്നതുകൊണ്ട് അത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. പണ്ട് കാലത്ത് പുറത്ത് പോയിരുന്ന് ചെയ്യാവുന്നത് കൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു പോകുന്നത് എന്ന് മാത്രം. അങ്ങനെയുള്ള സ്ഥലത്ത് തൻ്റെ ആസനം ഉറപ്പിച്ചുകൊണ്ട്, എങ്ങനെയാ ആസനം ഉറപ്പിക്കേണ്ടത്? ന അത്യുച്ഛ്രിതം നാതിനീജം. വലിയ കസേരയിൽ കയറിയിരിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ താഴെ ഇരിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് ഇത് എനിക്ക് പറ്റിയതല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ട കസേരയിൽ ഇരുന്നായാലും ധ്യാനിക്കാം. അപ്പോൾ ഭഗവാൻ പറയുന്നത് ഒരുപാട് പൊക്കമില്ലാത്ത, എന്നാൽ തീരെ കുഴിഞ്ഞ ഒരു സ്ഥലത്തിരിക്കാതെ, ന അത്യുച്ഛ്രിതം ന അതിനീജം ചേല അജിനകുശ ഉത്തരം. എന്തൊക്കെ വേണം? ഏതെങ്കിലും ഒരു മാൻതോലോ പുലിത്തോലോ, അങ്ങനെ ഏതെങ്കിലും ഒരു പുലിത്തോല് കുശപ്പുല്ലിന് മുകളിലിട്ട്, ദർഭ വിരിച്ച് അതിന് മുകളിൽ ഒരു പുലിത്തോലോ മാൻതോലോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് അതിന് മുകളിൽ ഒരു ചേലയിട്ട്. എന്തിനാ ഇങ്ങനെ പറയുന്ന ഭഗവാൻ? ഇങ്ങനെ പറയാൻ കാരണം ഈ പുല്ല് മാർദ്ദവമുള്ളതാണ്. അത് മാത്രമല്ല ഈ ഈർപ്പത്തെ പ്രതിരോധിക്കും. അപ്പോൾ പുല്ല് വിരിച്ച് ഈർപ്പം, താഴെയുള്ള ഈർപ്പം ശരീരത്തിലേക്ക് കയറുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ ദർഭപുല്ലിടാൻ പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മാൻതോല് താപ പ്രതിരോധത്തിന്. അതുപോലെ അധികം ചൂടുമില്ല, അധികം തണുപ്പുമില്ല. കുശപ്പുല്ല് തണുപ്പ് കയറാതിരിക്കാൻ, മാന്തോല് അധികം ചൂട് വരാതിരിക്കാൻ, പിന്നെ ക്ഷുദ്രജീവികൾ, ഉറുമ്പ്, പാറ്റ അതുപോലുള്ളൊന്നും വരാതിരിക്കാൻ. അതുമാത്രമല്ല തുണി, അതിൻ്റെ മുകളിൽ ഒരു തുണി. ആ ഇരിപ്പിടം തനിക്ക് അപരിചിതത്വം തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അധികം ഉയർന്നതോ അധികം താഴ്ന്നതോ അല്ലാത്ത ഒരു സ്ഥലത്ത്, പ്രശാന്ത സുന്ദരമായ സ്ഥലത്ത് ദർഭപുല്ലും അതിനു മുകളിൽ മാൻതോലോ അതിനു മുകളിൽ തുണിയും വിരിച്ച്, ഇതൊന്നും വിദ്യുത് ചാലകങ്ങളുമല്ല, അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, വിരിച്ച് അതിലിരുന്ന് ധ്യാനം ചെയ്യുന്നതിനാണ് ഭഗവാൻ പറയുന്നത്. അതെങ്ങനെയായിരിക്കണം ധ്യാനം? തത്രൈയേകാഗ്രം മനാകൃത്വ. മനസ്സിനെ ഏകാഗ്രമാക്കണം. ഈ മനസ്സിനെ ആക്കണം എന്ന് പറയുമ്പോഴാണ് പലരും പറയുന്നത് ധ്യാനത്തിലിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത്. പക്ഷേ മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള വളരെ വലിയൊരു എളുപ്പമായ മാർഗമുണ്ട്. എവിടെയെങ്കിലും നമ്മൾ ഇരിക്കണം, ഏതെങ്കിലും പുൽപ്പായയിലോ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തുണിയിലോ അങ്ങനെ എവിടെയെങ്കിലും ഇരിക്കുക. അതിനുശേഷം മനസ്സിനെ ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിലേക്കൊന്ന് കൊണ്ടുപോയി നോക്കൂ. അവിടെ രാധാറാണിയുണ്ട്, ഭഗവാനുണ്ട്. ഇവർ രണ്ടുപേരും ഊഞ്ഞാലാടുക എന്ന് സങ്കല്പിക്കുക. അവിടെ അവരുടെ കൂട്ടുകാരികൾ എല്ലാവരുമുണ്ട്, ലളിത വിശാഖമാരെല്ലാവരുമുണ്ട്. എല്ലാവരും അവിടെ ഇരുന്ന് മദ്ദളം കൊട്ടി ഗാനങ്ങൾ ആലപിക്കുന്നു, ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കുകയാണ്. മയിലുകളുണ്ട്, കുയിലുകളുണ്ട്, വിവിധ തരത്തിലുള്ള മാൻപേടകളും ചെറിയ ചെറിയ മുയലുകളുമുണ്ട്. തൂവെള്ള നിറമാർന്നതും ചാരനിറമാർന്നതുമായിട്ടുള്ള മുയലുകളുണ്ട്. ഇങ്ങനെയുള്ള ഗോലോക വൃന്ദാവനത്തിൽ സകല ഭക്തരും ഇരുന്ന് വളരെ അത്യുച്ചത്തിൽ അതിമനോഹരമായി ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കുന്ന, പൂക്കൾ നിറഞ്ഞിരിക്കുന്ന ഗോലോക വൃന്ദാവനത്തിലേക്ക് നമ്മുടെ മനസ്സൊന്ന് കൊണ്ടുപോയി നോക്കൂ. ഭഗവാനും രാധാറാണിയും ഇരുന്ന് അവിടെ ഇരുന്ന് ഊഞ്ഞാലാടുകയാണ്. നമ്മൾ ഓരോരുത്തരും സങ്കല്പിച്ചു നോക്കിയേ, ഭഗവാന്റെ പുറകിൽ നിന്നുകൊണ്ട്, രാധാറാണിയുടെ പുറകിൽ നിന്നുകൊണ്ട് ആ ഊഞ്ഞാൽ നമ്മൾ ആട്ടുകയാണ് എന്നൊന്ന് സങ്കല്പിച്ചു നോക്കിയേ. നമുക്ക് അവിടെ നിന്നും മനസ്സിനെ മാറ്റാൻ പറ്റുമോ? എത്ര സുഖകരമായ അനുഭൂതിയാണ്. അപ്പോൾ ധ്യാനത്തിലിരിക്കുമ്പോൾ ഭഗവാനെ ശ്രദ്ധിച്ച് വേറെ ഒന്നും നമുക്ക് ചിന്തയേ വരില്ല. ആദ്യം വേറെ ചില ചിന്തകൾ വരും, മനസ്സിനെ അലട്ടുന്ന ചിന്തകൾ വരും.
പിന്നീട് പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഇരുന്ന് ഭഗവാനെ ചിന്തിച്ചുകൊണ്ട്, രാധാറാണിയെ ചിന്തിച്ചുകൊണ്ട് അവരുടെ ഊഞ്ഞാൽ ആട്ടുകയാണ്. തൻ്റെ മനസ്സ് പോയാൽ ആ ആട്ടൽ നിൽക്കുമല്ലോ എന്നുള്ള ചിന്തയോടുകൂടി, തൻ്റെ മനസ്സ് വേറെ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ ഭഗവാനെ ആട്ടുന്നത് നിർത്തുമല്ലോ എന്നുള്ള ചിന്തയോടുകൂടി ശ്രദ്ധിച്ചൊന്ന് ധ്യാനത്തിലിരുന്ന് നോക്കൂ. വളരെ രസകരമായിട്ട് നമുക്കത് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ തത്രൈയേകാഗ്രം മനാ കൃത്വ യത ചിത്തേന്ദ്രിയക്രിയ, മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കി. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാനിലേക്ക്, ഭഗവാന്റെ ലീലകളിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകണം. നമുക്കതിനെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. മനസ്സിനെ എത്ര ശ്രമിച്ചാലും മനസ്സിനെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ ഗതി മാറ്റിവിടാം. ഗതി എങ്ങോട്ട് വിടണം? ഭഗവാന്റെ ധാമത്തിലേക്ക്. ഭഗവാന്റെ ധാമത്തിൽ നമ്മൾ നിൽക്കുന്നതായി തോന്നണം. എല്ലാവരും, ലളിത വിശാഖമാരെല്ലാവരും കീർത്തനമാലപിക്കുകയാണ്. നമ്മളും അവരുടെ കൂട്ടത്തിൽ ആ ആനന്ദലഹരിയിൽ ആറാടുകയാണ് എന്നുള്ള ചിന്തയോടുകൂടി മനസ്സിനെ എത്തിക്കുകയാണെങ്കിൽ നമുക്ക് ധ്യാനാവസ്ഥയിൽ തന്നെ വളരെ നേരം ഇരിക്കാൻ സാധിക്കും. അങ്ങനെ ഉപവിശ്യാസനോ യുഞ്ജ്യാത് യോഗ ആത്മവിശുദ്ധയെ, യോഗത്തെ ഹൃദയത്തിൽ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഉപവിശ്യ, ആ ആസനത്തിൽ ഇരുന്നു കൊണ്ട് ഉപവിശ്യാസനെ യുഞ്ജ്യാത് അനുഷ്ഠിക്കണം. എന്തനുഷ്ഠിക്കണം? യോഗം അനുഷ്ഠിക്കണം. അതാണ് ഭഗവാൻ പറയുന്നത്. ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരം ആസനാത്മനഃ ന അത്യുച്ഛ്രിതം ന അതിനീചം ചേല അജിനകുശ ഉത്തരം തത്രൈയേകാഗ്രം മനഃ കൃത്വ യത ചിത്തേന്ദ്രിയക്രിയ ഉപവിശ്വ ആസനേ യുഞ്ജ്യാത് യോഗ ആത്മവിശുദ്ധയേ. പരിശുദ്ധമായ സ്ഥലത്ത്, അധികം ഉയരമില്ലാതെ അധികം താണു പോകാത്ത സ്ഥലത്ത് കുശപ്പുല്ല്, മാൻതോൽ, വസ്ത്രം ഇവ ഒന്നിനു മുകളിൽ ഒന്നായി വിരിച്ച് തനിക്ക് ഉറച്ചിരിക്കാനുള്ള ആസനം തയ്യാറാക്കണം. ആ ആസനത്തിൽ ഇരുന്ന് മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അതിൻ്റെ വ്യാപാരമെല്ലാം ത്യജിച്ചുകൊണ്ട് ആത്മശുദ്ധിക്ക് വേണ്ടി ഭഗവാനെ ധ്യാനിക്കണം എന്നാണ് പറയുന്നത്. ഈ ശ്ലോകത്തിൽ ഇരിപ്പിടത്തെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചുമല്ല പറഞ്ഞത് അല്ലേ? അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ ശരീരത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താ പറയുന്നത്? സമം കായാശിരോഗ്രീവം ധാരയൻ അജലം സ്ഥിരഃ സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശജ അനവലോകയൻ പ്രശാന്താത്മാ വിഗതാഭി ബ്രഹ്മചാരീ വൃതേ സ്ഥിതഃ മനസംയമ്യമച്ചിത്തോ യുക്ത അസിതോ മത്പരഃ. എന്താ ഭഗവാൻ പറയുന്നേ? സമം കായാശിരോഗ്രീവം, ഒരുപോലെ കായ, ശരീരം, കഴുത്ത്, തല ഇവയെല്ലാം ധാരയൻ അജലം സ്ഥിരഃ, നിശ്ചലനായിട്ടിരിക്കണം, ഒരനക്കവും വരാതെ ഇരിക്കണം. സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം, സംപ്രേക്ഷ്യ നാസികാഗ്രം, മൂക്കിൻ്റെ അഗ്രത്തിൽ നോക്കിക്കൊണ്ട്. ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ളൊരു വാക്കുണ്ട്, സ്വം എന്ന് പറയുന്നുണ്ട് ഭഗവാൻ. കാരണം നമ്മളോട് ധ്യാനത്തിലിരിക്കൂ, മൂക്കിൻ്റെ അഗ്രത്ത് നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ മൂക്കിൻ്റെ അഗ്രത്തേക്ക് നോക്കും. സുന്ദരിയാണെങ്കിൽ പറയാനുമില്ല, അല്ലെങ്കിൽ സുന്ദരനാണെങ്കിൽ പറയാനുമില്ല, കണ്ണുകളിലും മൂക്കിനുമായിരിക്കും ശ്രദ്ധ. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് സ്വന്തം മൂക്കിൻ്റെ അറ്റത്ത് നോക്കാൻ. എങ്ങനെയാണ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് സ്വന്തം മൂക്കിൻ്റെ അറ്റത്ത് നോക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ കണ്ണുകൾ നമ്മുടെ ഉള്ളിലേക്കായിരിക്കണം, നമ്മുടെ ഹൃദയ അന്തർഭാഗത്തേക്ക് നോക്കിക്കൊണ്ട്, തന്നിലേക്ക് തന്നെ നോക്കിക്കൊണ്ട്, തന്നിലേക്ക് തന്നെ ശ്രദ്ധ വച്ചുകൊണ്ട്. അതാണ് ഭഗവാൻ പറഞ്ഞത് സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം. സ്വം എന്ന് പറഞ്ഞില്ലെങ്കിൽ ആളുകൾ വീണ്ടും തെറ്റിദ്ധരിക്കും. ഭഗവാൻ പറഞ്ഞു മൂക്കിൻ്റെ അറ്റത്ത് നോക്കാനാ പറഞ്ഞെന്ന് കരുതി മറ്റുള്ളവർക്ക് നോക്കും. അതുകൊണ്ട് വളരെ കൃത്യമായി ഭഗവാൻ പറഞ്ഞു സ്വന്തം മൂക്കിൻ്റെ അറ്റത്തേക്ക്, അതായത് സ്വയം ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് ധ്യാനത്തിലിരിക്കണം. എങ്ങനെയായിരിക്കേണ്ടത്? ദിശജ അനവലോകയൻ, ദിക്കുകളെ നോക്കാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്തൊന്നും ചരിക്കാതെ. സത്സംഗങ്ങളിൽ പോയിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുള്ളതല്ലേ, പലപ്പോഴും പുറകിൽ ഡോറുണ്ടെങ്കിൽ ഡോറ് തുറക്കണത് നോക്കിയിരിക്കും, നേരെ കഴുത്ത് പുറകിലേക്ക് പോകും. ആരാണ് വന്നേക്കുന്നത്, എങ്ങനെയുള്ള ആളാണ്, ഏതു സാരിയാണ്, ഏത് ഷർട്ടാണ്, ഏത് പാൻറ്റാണ്, കണ്ണട വച്ചിട്ടുണ്ടോ ഇല്ലയോ, തലമുടി മുതൽ നഖം വരെ അവരെ ഒഴിഞ്ഞ് അളന്ന് കൊണ്ടുവരും. അവരെന്ത് ചെയ്യും? നമ്മൾ തന്നെ അവരെ കണ്ണുകൾ കൊണ്ട് കൊണ്ടുവന്ന് ഇരുത്തണവരെ നമ്മൾ നോക്കൂ അല്ലേ? അപ്പം അതുപോലെ ഒന്നും ഇല്ലാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്തൊന്നും ചരിക്കാതെ, ദിക്കുകളെ നോക്കാതെ, പ്രശാന്താത്മാവിഗതാഭി, മനസ്സമാധാനത്തെ പ്രാപിച്ച് ഭയരഹിതനായി, വിഗതഭി
ഭയരഹിതനായി ബ്രഹ്മചാരീ വ്രതേ സ്ഥിതഃ, ബ്രഹ്മചര്യത്തിൽ ഇരുന്നു കൊണ്ട്. എന്താ ഈ ബ്രഹ്മചര്യത്തിലിരിക്കുക? സ്ത്രീകളെ നോക്കാത്തവൻ, അല്ലെങ്കിൽ സിനിമ കാണാത്തവൻ, അല്ലെങ്കിൽ ചായ കുടിക്കാത്തവൻ, ഇതാണോ ബ്രഹ്മചര്യം? അല്ല. ബ്രഹ്മത്തെ അറിയുന്നവൻ, ബ്രഹ്മത്തെ ചാരി നിൽക്കുന്നവൻ. എന്താ ബ്രഹ്മം? ഭഗവാൻ അല്ലേ? അപ്പോൾ ഭഗവാനെ അറിഞ്ഞവനെയാണ് ബ്രഹ്മചാരി എന്ന് വിളിക്കുക. അപ്പോൾ ഭഗവാനെ അറിഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ഭഗവാനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന. എവിടെയാണ് ഭഗവാൻ ഇരിക്കുന്നത്? നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഭഗവാൻ പറയുന്നത്, നിന്റെ ശ്രദ്ധ ഒരുപോലെ ശരീരം, കഴുത്ത്, തല ഇവയെല്ലാം നേരെ വച്ച് നിശ്ചലനായിട്ടിരുന്ന് മൂക്കിൻ്റെ അഗ്രത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ദിക്കുകളെ നോക്കാതെ മനസമാധാനത്തെ പ്രാപിച്ച് ഭയരഹിതനായി ബ്രഹ്മചര്യത്തിൽ ഇരുന്നു കൊണ്ട്, അതായത് ബ്രഹ്മത്തെ ചാരി നിന്നുകൊണ്ട്, ബ്രഹ്മത്തെ അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ബ്രഹ്മത്തെ അറിയുവാനായി. മന സംയമച്ചിത്തോ, മനസ്സിനെ വിഷയങ്ങളിൽ നിന്നും അടക്കി എന്നിൽ തന്നെ ചിത്തത്തെ ഉറപ്പിക്കുക. യുക്ത ആസിതമത്പര, എന്നെ തന്നെ പരമ ആഗ്രഹമായിട്ട്, ഏറ്റവും ഉന്നതിയിൽ ഞാൻ തന്നെയാണ് എത്തേണ്ടത്, എന്നെ തന്നെയാണ് പ്രാപിക്കേണ്ടത് എന്ന ആഗ്രഹത്തിൽ യോഗിയായി സ്ഥിതി ചെയ്യണം എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. യോഗിയായവൻ ദേഹം, കഴുത്ത്, തല എന്നിവയെ നേരെ നിർത്തി ചലിക്കാതെ വച്ചുകൊണ്ട് നിശ്ചലമായിരുന്ന് തൻ്റെ നാസികയുടെ അഗ്രഭാഗത്ത് നോക്കുന്നത് പോലെ ദൃഷ്ടിയെ ഉറപ്പിച്ച് അങ്ങുമിങ്ങും നോക്കാതെ ശാന്തമനസ്സായി നിർഭയനായി ബ്രഹ്മചാരി വ്രതത്തിൽ നിഷ്ഠയോടെ ഇരിക്കുന്നവനായി മനസ്സിനെ വിഷയങ്ങളിൽ പ്രവേശിപ്പിക്കാതെ അടക്കി എന്നിൽ തന്നെ ശ്രദ്ധ ഉറപ്പിച്ച് എന്നെ തന്നെ ധ്യാനം ചെയ്യൂ എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ ഇരുന്നു കൊണ്ട് നാമജപം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ കലിയുഗത്തിലെ മാർഗം. വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഹരേർനാമ ഹരേർനാമ ഹരേർനാമൈവ കേവലം കലൗ നാസ്ത്യേവ 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 ഗതിരന്യഥ. കലഹത്തിൻ്റെയും കാപട്യത്തിൻ്റെയും ഇക്കാലത്ത് ഹരിയുടെ തിരുനാമ ഉച്ചാരണം മാത്രമാണ് മോക്ഷത്തിലുള്ള ഒരേ ഒരു മാർഗം. മറ്റൊരു വഴിയില്ല, മറ്റൊരു വഴിയില്ല, മറ്റൊരു വഴിയില്ല. ഇങ്ങനെ ഉറപ്പിച്ചു പറയാണ്. അപ്പോൾ ധ്യാനത്തിൽ ഇരിക്കാൻ പറ്റാത്തവർ എനിക്ക് മോക്ഷം കിട്ടുമോ എന്നുള്ള ചിന്തയൊന്നും വേണ്ട. ഇരിക്കാൻ പറ്റിയാൽ വളരെ നല്ലത്, ഭഗവാന്റെ നാമവും ഉച്ചരിക്കുക. ഇരിക്കാൻ പറ്റിയില്ലെങ്കിലും യാതൊരു കുഴപ്പവുമില്ല, ഭഗവാന്റെ നാമം മാത്രം മതി നമ്മുടെ നാവിൽ മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. ഭക്തി മാത്രം മനസ്സിൽ കയറിയാൽ മതി, എല്ലാ തരത്തിലുള്ള വിഷയങ്ങളും നമ്മിൽ നിന്ന് ഒഴിഞ്ഞു പോകും. വിഷയാ വിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിന രസവർജം രസോ അപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. മറ്റുള്ളവർ വിഷയ സുഖങ്ങളെ വിട്ടൊഴിക്കാൻ നിർബന്ധിതരായി തീരാണ്. ഭക്തരാകട്ടെ തൻ്റെ ശ്രേഷ്ഠമായ രസം കൊണ്ട് തന്നെ രസവർജം രസോപ്യസ്യ, രസങ്ങളെ ഉപേക്ഷിച്ച് രസം സ്വീകരിക്കുകയാണ്. എന്ത് രസം? വിഷയങ്ങളായിട്ടുള്ള രസങ്ങളെ ഉപേക്ഷിക്കാൻ സാധിക്കുന്നത് ഭഗവാന്റെ രസം ആസ്വദിച്ചുകൊണ്ട് വേറിട്ട് നിൽക്കുകയാണ്. ഈ രസ വൈശിഷ്ട്യത്തെ പറ്റി ഭക്തന് മാത്രമേ അറിയാൻ സാധിക്കുന്ന ഈ ശ്ലോകം പറയുന്നത്. 15ാമത്തെ ശ്ലോകം, യുജ്ജന്യേവം സദാത്മാനം യോഗി നിയതമാനസ ശാന്തിം നിർവാണ പരമാം മത്സംസ്ഥാമധിഗച്ഛതി. യുജ്ജൻ ഏവം സദാത്മാനം, നേരത്തെ പറഞ്ഞതുപോലെ ഒരേ നിലയിൽ ഇപ്രകാരം മനസ്സിനെ ഉറപ്പിച്ച് യോഗി നിയതമാനസ, മനസ്സിനെ അടക്കി നിർത്തിക്കൊണ്ട് ശാന്തിം നിർവാണ പരമാം, ശാന്തിയെ പരമമായ നിർവാണത്തിൽ മത് സംസ്ഥാമധിഗച്ഛതി, പരമവ്യോമത്തെ പ്രാപിക്കാൻ സാധിക്കുന്നു, ഭഗവാനിൽ എത്തിച്ചേരാൻ ഇപ്രകാരം സാധിക്കുന്നു എന്ന് പറയുന്നു. ഇങ്ങനെ മനസ്സ്, ശരീരപ്രവർത്തനങ്ങൾ എന്നിവകളെ നിരന്തരം ചൊൽപ്പിടിയിൽ നിർത്തിക്കൊണ്ട് ആത്മനിയന്ത്രണം സാധിച്ച അതീന്ദ്രിയ ജ്ഞാനി ഭൗതിക ജീവിതത്തെ അതിക്രമിച്ച് ദൈവ സാമ്രാജ്യം പ്രാപിക്കുന്നു എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. ഇവിടെ യോഗ പരിശീലനത്തിൻ്റെ പരമലക്ഷ്യം എന്താണെന്ന് പറയുന്നല്ലേ. അപ്പോൾ യോഗ ശരിക്കും പറഞ്ഞാൽ ആരോഗ്യം നിർത്തുന്നതിനോ അല്ലെങ്കിൽ ശരീരം പുഷ്ടി പ്രാപിക്കുന്നതിനോ ഒന്നുമല്ല. യോഗയുടെ ആത്യന്തികമായ പരമമായ ലക്ഷ്യമെന്ന് ഭഗവത്ഗീത പറയുന്നത് ഭൗതികതയിൽ നിന്നും മനസ്സിനെ വിരമിപ്പിച്ച് ഭഗവാന്റെ ധാമത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് യോഗയുടെ പരമമായ ലക്ഷ്യമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദ പങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ഹരേ കൃഷ്ണ.